ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, കത്തോലിക്ക വിശ്വാസവും വെല്ലുവിളികളും എന്ന പരമ്പരയിലേക്ക് സ്വാഗതം. നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു ചോദ്യമാണ്, കത്തോലിക്കർ വിഗ്രഹാരാധകരല്ലേ? ബൈബിൾ വിലക്കുന്നുണ്ട് വിഗ്രഹാരാധന, പക്ഷേ അത് കത്തോലിക്കരുടെ പ്രമാണത്തിലില്ലല്ലോ. ദേവാലയങ്ങൾ നിറയെ വിഗ്രഹങ്ങൾ, വീടുകളിലും വഴിക്കവലകളിലും വിഗ്രഹങ്ങൾ. ഇങ്ങനെ കത്തോലിക്ക സഭ മനഃപൂർവ്വം വിഗ്രഹാരാധനയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയല്ലേ ദൈവപ്രമാണങ്ങളിൽ തന്നെ തിരുത്തൽ വരുത്തിയിരിക്കുന്നത്? ചോദിക്കുന്നൊരു ചോദ്യമാണ്. ബൈബിളിലെ രണ്ടാമത്തെ പ്രമാണം വിഗ്രഹാരാധന വിലക്കുന്നതാണ്. അത് നമ്മുടെ കത്തോലിക്കരുടെ വിശ്വാസ പ്രമാണങ്ങളിലില്ല എന്ന് പോലും പറയുന്നവരുണ്ട്. കാരണം ചോദിക്കും, ഏതാണ് ഒന്നാം പ്രമാണം? ഒന്നാം പ്രമാണം നിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ല മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. രണ്ടാം പ്രമാണം കർത്താവിന് നാമം വൃഥാ പ്രയോഗിക്കരുത്. പക്ഷേ അവിടെ ഒരു പ്രമാണം വിട്ടുപോയല്ലോ, വിഗ്രഹം ഉണ്ടാക്കരുത്, ആരാധിക്കരുത്. അപ്പോൾ അത് മനഃപൂർവ്വം വിട്ടുകളഞ്ഞതല്ലേ എന്ന് ചോദ്യം ഉണ്ടാകും. അതോടൊപ്പം മറ്റൊന്നോടുകൊണ്ട് ബൈബിൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ദൈവത്തിനും മനുഷ്യനും മധ്യേ മനുഷ്യനായി അവതരിച്ച ദൈവപുത്രനായ യേശു ക്രിസ്തു അല്ലാണ്ട് വേറൊരു മധ്യസ്ഥനില്ല. വളരെ വ്യക്തമായിട്ട് തിമോത്തിയുടെ ലേഖനത്തിൽ പൗലോസ് പറയുന്നതാണ്. അതേസമയം കത്തോലിക്ക സഭയിൽ എന്തുമാത്രം മധ്യസ്ഥർ. അപ്പോൾ കത്തോലിക്ക സഭ തന്നെ ബൈബിളിൻ്റെ പഠനത്തിന് വിരുദ്ധമായിട്ടല്ലേ പോകുന്നത് എന്ന് ചോദിക്കുന്ന ചോദ്യം, അതിന് നമ്മൾ മറുപടി കണ്ടെത്തേണ്ടതുണ്ട്. വിഗ്രഹാരാധനയും മധ്യസ്ഥ പ്രാർത്ഥനയും, അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. സ്നേഹമുള്ളവരെ, ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതിന് മുമ്പേ പ്രമാണങ്ങളെക്കുറിച്ച് തന്നെ പറയാം. ആദ്യം, കർത്താവ് നൽകിയ പ്രമാണങ്ങളിൽ തിരുത്തൽ വരുത്തിയിരിക്കുന്ന ഒരു പ്രമാണം വിട്ടുകളഞ്ഞു എന്നുള്ളതാണ് ആരോപണം. അപ്പോൾ എന്താണ് ഈ പ്രമാണം? നമുക്ക് വായിക്കാം. പുറപ്പാട് പുസ്തകത്തിലും നിയമാവർത്തന പുസ്തകത്തിലും പ്രമാണത്തിൻ്റെ 2 പട്ടികകളുണ്ട്. ഒരേ പ്രമാണങ്ങൾ 2 തവണ അവതരിപ്പിക്കുന്നുണ്ട്. നിയമാവർത്തന പുസ്തകം 5-ാമത്തെ അധ്യായത്തിലും പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായത്തിലും. പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായം ഇങ്ങനെയാണ് കാണുന്നത്: ദൈവം അരുളി ചെയ്ത വചനങ്ങളാണിവ. അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് നിൻ്റെ ദൈവമായ കർത്താവ്. ഞാനല്ലാതെ മറ്റു ദേവന്മാർ നിനക്കുണ്ടാകരുത്. മുകളിൽ ആകാശത്തിലോ താഴെ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ജലത്തിലോ ഉള്ള ഒന്നിൻ്റെയും പ്രതിമയോ സ്വരൂപമോ നീ നിർമ്മിക്കരുത്. അവയ്ക്ക് മുമ്പിൽ പ്രണമിക്കുകയോ അവയെ ആരാധിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ ഞാൻ നിൻ്റെ ദൈവമായ കർത്താവ് അസഹിഷ്ണുവായ ദൈവമാണ്. എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ 3-4 തലമുറ വരെ ഞാൻ ശിക്ഷിക്കും. എന്നാൽ എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും. നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമം വൃഥാ ഉപയോഗിക്കരുത്. ഇതാണ് പ്രമാണം. അപ്പോൾ ഇതിലാദ്യം പറഞ്ഞിരിക്കുന്ന കാര്യം 2 ഭാഗമായിട്ടാണ് പൊതുവെ കാണുക. ഒന്ന്, ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ അല്ലാതെ ആരാധിക്കരുത്. 2, പ്രതിമകൾ ഉണ്ടാക്കരുത്, ആരാധിക്കരുത്. ഈ പ്രതിമകൾ ഉണ്ടാക്കരുത്, ആരാധിക്കരുത് എന്ന കൽപ്പന കത്തോലിക്ക സഭ മനഃപൂർവ്വം വിട്ടുകളഞ്ഞിരിക്കുന്നു എന്നാണ് ആരോപണം. അത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ നമുക്കത് വിശദീകരിക്കേണ്ടി വരും. പ്രമാണങ്ങൾ 10 എന്ന് പൊതുവെ അംഗീകരിക്കും. പക്ഷേ ഏതൊക്കെയാണ് ഈ പ്രമാണങ്ങൾ എന്ന് അക്കമിട്ട് ബൈബിൾ പറഞ്ഞിട്ടില്ല. നമുക്കറിയാം, ബൈബിൾ തന്നെ അധ്യായങ്ങളായിട്ടും വാക്യങ്ങളായിട്ടും എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ്, 13-ാം നൂറ്റാണ്ടിലാണ് അധ്യായങ്ങളായി, 15-ാം നൂറ്റാണ്ടിലാണ് വാക്യങ്ങളായത്. അപ്പോൾ ബൈബിളിൽ തുകൽ ചുരുളിലാണ് എഴുതിയിരുന്നത്. അത് കോളമായിട്ട് ചുരുളാവും. ഒരു 3 ഇഞ്ച് വീതിയിലുള്ള കോളമായിട്ട് എഴുതിക്കൊണ്ടിരുന്നു. അതിന് ശേഷം ഒരു പുസ്തകം മുഴുവനും ഒരു ചുരുളിലുണ്ടാകും. അത് എവിടെയാണ്? അതിന് അധ്യായമില്ല, വാക്യമില്ല, ഒന്നുമില്ല. അതായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീടാണ് ഇത് ഉപയോഗത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അധ്യായങ്ങളും വാക്യങ്ങളും തിരിച്ചത്. അതുകൊണ്ട് ഈ അധ്യായം വാക്യം തിരിവ് ബൈബിളിൻ്റെ ഭാഗമല്ല, വെളിപാടിൻ്റെ ഭാഗവുമല്ല എന്നോർക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്കും ഏതാണ് പ്രമാണങ്ങൾ? 10 പ്രമാണങ്ങൾ എന്ന് പറയും. എങ്ങനെയാണ് ഈ 10 പ്രമാണങ്ങളെ 10 കണക്കാക്കുന്നത്? ഇപ്പോൾ പ്രോട്ടസ്റ്റന്റുകാരുടെ ഭാഗത്താണ് ഈ ചോദ്യം മുഖ്യമായിട്ടുണ്ടാകുന്നത്. കാരണം അവർ വിഗ്രഹങ്ങളെ ആരാധിക്കാറില്ല, ഉണ്ടാക്കുകയില്ല, പ്രതിമകളും പാടില്ല. അപ്പോൾ ഇവിടെ പറയും, 1-ാം പ്രമാണം കർത്താവിനെ ആരാധിക്കണം, 2-ാം പ്രമാണം വിഗ്രഹങ്ങൾ ഉണ്ടാക്കരുത്, ആരാധിക്കരുത്, 3-ാം പ്രമാണം കർത്താവിന് നാമം വൃഥാ പ്രയോഗിക്കരുത്, 4-ാം പ്രമാണം സാബത്ത് ആചരിക്കണം. അങ്ങനെ പോകുന്നു. ഇങ്ങനെ പോകുമ്പോൾ ഉള്ള പ്രശ്നം, അവസാനത്തെ പ്രമാണം 9-ഉം 10-ഉമായ കത്തോലിക്കർ കാണുന്നതിൻ്റെ അയൽക്കാരൻ്റെ ഭാര്യയെ മോഹിക്കരുത്, അയൽക്കാരൻ്റെ വസ്തുക്കളെ മോഹിക്കരുത് എന്നുള്ളത് പറയുന്നത്. നിൻ്റെ അയൽക്കാരൻ്റെ കാളയെയോ കഴുതയെയോ ഭാര്യയെയോ ഭവനത്തെയോ ഒന്നും മോഹിക്കരുതാവും. അപ്പോൾ കാളയ്ക്കും കഴുതയ്ക്കും ഭാര്യയ്ക്കും വീടിനും എല്ലാം ഒരേ സ്ഥാനം കൊടുക്കുന്നു. അപ്പോഴിങ്ങനെ 10 പ്രമാണമായിട്ടിരിക്കുമ്പോൾ 9-ാം പ്രമാണം കത്തോലിക്ക സഭ 9 പ്രമാണം എഴുതിയിരിക്കുന്നു. 9-ാം പ്രമാണത്തിൽ അന്യൻ്റെ ഭാര്യയെ മോഹിക്കരുതെന്നാവും. 10-ാം പ്രമാണം അന്യൻ്റെ വസ്തുക്കൾ ആഗ്രഹിക്കരുത്, മോഹിക്കരുത്. അപ്പോൾ വസ്തുക്കളെയും വ്യക്തികളെയും വേർതിരിച്ച് കാണാനായിട്ട് സഹായിക്കുന്നു ഈ വിഭജനം. അതേസമയം പ്രോട്ടസ്റ്റന്റ് വിഭജനത്തിൽ ഇത് 2 ഒന്നായിട്ടാണ് പോവുക. ഞാൻ സൂചിപ്പിച്ചു, ബൈബിളിൽ ഒരു വിഭജനമേ കൊടുത്തിട്ടില്ല എന്ന്. അത് സൗകര്യം പോലെ ചെയ്യുന്നതാണ്. അതേസമയം ഇങ്ങനെ വിഭജിക്കുന്നുണ്ടാകുന്ന ഗുണം എന്താണ്? അപ്പോൾ അവിടെ പറയും, നിങ്ങൾ പ്രോട്ടസ്റ്റന്റുകാരുടെ ആരോപണം ഇതാണ്, കത്തോലിക്കർ വിഗ്രഹാരാധനയെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രമാണം എടുത്തു കളഞ്ഞത്. പക്ഷേ ആ ആരോപണം ഉന്നയിക്കുന്ന മുമ്പേ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. കൃത്യമായിട്ട് വായിച്ചു നോക്കുക എന്താണ് പറയുന്നത്.
അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് നിന്നെ കൊണ്ടുവന്ന ഞാനാണ് നിൻ്റെ ദൈവമായ കർത്താവ്, ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. ദേവന്മാർ എന്നുള്ള മലയാള വിവർത്തനമാണ്, വേറെ ദൈവങ്ങൾ എന്നാണ് അർത്ഥം. ഓക്കെ, ഏലോഹിം എന്ന വാക്ക് ഇതിനാണ് ഉപയോഗിക്കുക. അപ്പോൾ അനേകം ദൈവങ്ങളില്ലാത്തത് കൊണ്ടാണ് വേറെ ദൈവം. യു ഷാൽ ഹാവ് നോ അതർ ഗോഡ്സ്. ഇംഗ്ലീഷിലാകുമ്പോൾ ചെറിയ അക്ഷരം ഗോഡ്സിനും വലിയ അക്ഷരം ഗോഡിനും ഇടും, ക്യാപിറ്റൽ ആൻഡ് സ്മോൾ ലെറ്റേഴ്സ് എന്ന് പറയും. മലയാളത്തിൽ അസൗകര്യം ഇല്ലാത്തതുകൊണ്ട് ദേവന്മാരെന്നാക്കിയത്, പക്ഷേ ദൈവങ്ങൾ തന്നെയാണ് വേണ്ടത്. അപ്പോൾ എന്താ അർത്ഥമാക്കുന്നത്? ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ, ആ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ, മറ്റാരെയും ആരാധിക്കരുത് എന്ന് പറയുന്നതിൻ്റെ വിശദീകരണമാണ് ഈ മറ്റാളുകളെ ആരാധിക്കുന്നപ്പോഴത്തേക്കും അതിനുവേണ്ടി നീ പ്രതിമകൾ ഉണ്ടാക്കരുത്, അതിന് വിഗ്രഹമാകരുത്, ആരാധിക്കരുത്. ഇനി എന്താണ് ആരാധന? നമുക്കവിടെ തുടങ്ങാം. എന്താണ് ആരാധിക്കുക? ആരാധന എന്ന് പറയുമ്പോഴും അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമ്മൾ പറഞ്ഞിരുന്നുണ്ട്. 2096, 2097 ഖണ്ഡികകളിൽ ഇപ്രകാരം കാണും: ആരാധന മതാത്മകത എന്ന സുഹൃതത്തിൻ്റെ പ്രഥമ പ്രവൃത്തിയാണ്. ദൈവത്തെ ആരാധിക്കുന്നത് അവിടുത്തെ ദൈവമായി, സ്രഷ്ടാവും രക്ഷകനുമായി, അസ്തിത്വമുള്ള സകലത്തിൻ്റെയും കർത്താവും അധിനാഥനുമായി, അനന്തവും കരുണാർദ്രവുമായ സ്നേഹമായി അംഗീകരിക്കുന്നതാണ്. ഇതിൻ്റെ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ സേവിക്കാവൂ എന്ന് നിയമാവർത്തന പുസ്തകം ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു. ദൈവത്തെ ആരാധിക്കുക എന്നത് ദൈവത്തിൽ നല്ലാതെ അസ്തിത്വമില്ല, സൃഷ്ടിയുടെ ശൂന്യതയെ ആദരവോടും പൂർണ്ണ വിധേയത്വത്തോടും കൂടി അംഗീകരിക്കുക എന്നതാണ്. ദൈവത്തെ ആരാധിക്കുന്നത് മറിയം സ്തോത്രഗീതത്തിൽ ചെയ്തതുപോലെ അവിടുന്ന് വലിയ കാര്യങ്ങൾ ചെയ്തുവെന്നും അവിടുത്തെ നാമം വിശുദ്ധമാണെന്നും നന്ദിയോടെ പറഞ്ഞുകൊണ്ട് അവിടുത്തെ പുകഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും തന്നെ വിനീതനാക്കുകയും ചെയ്യുക എന്നതാണ്. ദേഹദൈവത്തിന് നൽകുന്ന ആരാധന മനുഷ്യനെ സ്വയോന്മുഖനാക്കുന്നതിൽ നിന്നും പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ലോകത്തിൻ്റെ വിഗ്രഹാരാധനയിൽ നിന്നും സ്വതന്ത്രനാക്കുന്നു. ഇതാണ് ആരാധന എന്നത് കത്തോലിക്ക വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. എന്ന് പറഞ്ഞാൽ എന്താണ് ആരാധിക്കുക? ആരെയാണ് ആരാധിക്കുക? ആരാധന എന്ന് പറയുന്നത് ധൂപം അർപ്പിക്കുന്നതോ ഒരു പ്രാർത്ഥന ചൊല്ലുന്നതോ അല്ലെങ്കിൽ കൈകൂപ്പുന്നതോ തൊട്ടുമുത്തുന്നതോ ഒന്നുമല്ല. അതൊക്കെ അടയാളങ്ങളാണ്, പലതിൻ്റെയും അടയാളമാകാം. ഇപ്പോൾ ധൂപം അർപ്പിക്കുന്നത് നമ്മൾ ശവക്കുഴിയിലും ധൂപം അർപ്പിക്കാറുണ്ട്. അതുകൊണ്ട് ധൂപാർപ്പണം നടത്തിയതുകൊണ്ട് അത് ആരാധനയാണെന്നില്ല. തൊട്ടുമുത്തുന്നുണ്ട്. മാതാപിതാക്കന്മാരുടെ, എൻ്റെ അമ്മയുണ്ടായിരുന്ന അമ്മയുടെ ഭാഗം തൊട്ട് നമിച്ചിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുക. ഇന്നും എത്രയോ ആൾക്കാർ മാതാപിതാക്കന്മാരുടെ ആദരവും ബഹുമാനമുള്ളവർ അവരുടെ മുമ്പിൽ കുമ്പിട്ടവർക്ക് സ്തുതി ചെല്ലും, അല്ലെങ്കിൽ തൊട്ട് അവരുടെ പാദം മുത്താറുണ്ട്. ചിലപ്പോൾ ചില മനുഷ്യർ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ പാദം മുത്ത് എനിക്ക് അല്പം അകപ്പാടെ ഒരു വല്ലാത്തൊരു തോന്നും. ഒരു ആദരവിൻ്റെ സൂചനയാണ് ആ പാദം തൊട്ടുന്നത്. ഈ അടയാളങ്ങൾ കണ്ടതുകൊണ്ട് ഇത് ആരാധനയാണെന്ന് വിചാരിക്കരുത്. ആരാധന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മളെ പഠിപ്പിക്കുന്നു കത്തോലിക്ക സഭയുടെ വിശ്വാസ പ്രബോധനം. ഇതാണ്: ഞാൻ ആരോട്? നീയാണ് എൻ്റെ എല്ലാം, നിന്നിൽ നിന്നാണ് എനിക്കെല്ലാം കിട്ടിയിരിക്കുന്നത്. എൻ്റെ ജീവനും എൻ്റെ നിലനിൽപ്പും എല്ലാം നിന്നിൽ നിന്നാണ്. എൻ്റെ ഉറവിടം നീയാണ്, എൻ്റെ ലക്ഷ്യം നീയാണ്, എൻ്റെ ജീവൻ്റെ ശക്തി നീയാണ്. നീ അല്ലാതെ എനിക്കൊരു ജീവിതമില്ല, നീയാണ് എന്നെ എല്ലാം നയിക്കുക. എൻ്റെ നാഥനും എൻ്റെ ഉടമയും എൻ്റെ ഉറവിടവും എൻ്റെ ലക്ഷ്യവും എല്ലാം നീയാണ് എന്ന് പറഞ്ഞ് എന്നെ പൂർണ്ണമായി ഞാൻ ആർക്ക് അടിയറ വയ്ക്കുന്നുവോ ആ വ്യക്തിയെ ഞാൻ ആരാധിക്കുകയാണ്. ഇതാണ് ആരാധന, പൂർണ്ണമായി സമർപ്പിക്കുക. അത് ഏതാനും ചടങ്ങുകളിലൂടെ കാണിക്കുന്നേ ഉള്ളൂ. ഈ പൂർണ്ണ സമർപ്പണത്തിൻ്റെ അടയാളമായിട്ടായിരുന്നു ബലിയർപ്പണം. ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുന്നു പറയാൻ വേണ്ടി, എൻ്റെ ജീവൻ നിൻ്റെ ദാനമാണെന്ന് അറിയിക്കാൻ വേണ്ടി ഞാനൊരു കാളയുടെ അല്ലെങ്കിൽ ആടിൻ്റെ കഴുത്തറുത്ത് അതിൻ്റെ രക്തം ഒഴിക്കുന്ന ദൈവത്തിന് സമർപ്പിക്കും. എൻ്റെ തന്നെ കഴുത്തറുത്ത് ഞാൻ സമർപ്പിക്കുന്നത് തുല്യമാണ്. അപ്പോൾ എനിക്കെന്നെ കൊല്ലാൻ സാധിക്കില്ല, പക്ഷേ ഒരു അടയാളത്തിലൂടെ ഞാൻ കാണിക്കുന്നു. ഇപ്പോൾ ഒരു സമ്പൂർണ്ണമായ സമർപ്പണം, ഇതാണ് ആരാധന കൊണ്ട് ഉദ്ദേശിക്കുക. ഇങ്ങനെ നമ്മൾ ആരെങ്കിലും ആരാധിക്കുന്നുണ്ടോ? അപ്പോൾ ഈ ആരാധന ദൈവത്തിന് മാത്രമേ പാടുള്ളൂ. അപ്പോൾ ആരാധന എന്നതാണ്. അപ്പോൾ നമ്മൾ ഈ പ്രമാണത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുന്നത് എന്തുകൊണ്ട് കത്തോലിക്ക സഭ വിഗ്രഹങ്ങളെക്കുറിച്ച് പറയുന്നില്ല? പറയാത്തതിന് കാരണം ഇതാണ്. ഒന്ന്, ഈ പ്രമാണങ്ങൾ നമുക്കറിയാം ദീർഘമാണ്. കൊച്ചു കുഞ്ഞുങ്ങളിതെല്ലാം മനഃപ്പാഠമായിട്ട് ഓർത്തിരിക്കുകയില്ല. മനുഷ്യനെ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കേണ്ടതുമാണ് പ്രമാണങ്ങൾ. നമ്മൾ പണ്ട് 32 കൂട്ടം നമസ്കാരം എന്നൊക്കെ എൻ്റെ വലിയമ്മ, എൻ്റെ അപ്പൻ്റെ അമ്മ എന്നെ പഠിപ്പിക്കുകയാണ്. ഞാൻ 4-5 വയസ്സായപ്പോഴത്തേക്ക് നമസ്കാരമെല്ലാം പഠിച്ചതാണ്. ഇങ്ങനെ കൊച്ചു കുഞ്ഞുങ്ങൾക്കും മനസ്സിലാവുന്ന രീതിയിൽ, ഓർത്തിരിക്കാൻ പറ്റുന്ന രീതിയിൽ ചുരുക്കമായി പറയേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ ഇത്രയും ദീർഘമായ പ്രമാണം ഓർത്തിരിക്കാൻ കൊച്ചു കുട്ടികൾക്ക് സാധിക്കില്ല. പക്ഷേ പ്രമാണത്തിൻ്റെ കാതലിതല്ലേ? നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്. ആരാണ്? ജീവിതത്തിൽ നിന്നെ പുറത്തു കൊണ്ടുവന്ന ഞാനാണ് ദൈവമായ കർത്താവ്, ഞാനല്ലാതെ വേറെ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. അത്രയേ ഉള്ളൂ പ്രമാണം. ഇപ്പോൾ ദൈവത്തെ ആരാധിക്കണം, ദൈവത്തെ മാത്രം, ഇത്രയേ പ്രമാണമുള്ളൂ. ഇനി വേറെ ആരെയും ആരാധിക്കരുതെന്ന് പറയുന്നതിൻ്റെ വിശദീകരണമല്ലേ വിഗ്രഹ ആരാധന നടത്തരുത്. ഇനി എന്താണ് വിഗ്രഹം? അപ്പോൾ വിഗ്രഹം ആരാധിക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ സമർപ്പണമാണ്. വിഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? വിഗ്രഹത്തെക്കുറിച്ച് പറയുമ്പോൾ വ്യക്തമായിട്ട് ഓർക്കണം, ദൈവത്തിൻ്റെ സ്ഥാനത്ത് ഞാൻ പ്രതിഷ്ഠിക്കുന്നത് എന്തോ അതെൻ്റെ വിഗ്രഹമായി തീരും. ദൈവത്തിൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നത് വിഗ്രഹം.
അപ്പോൾ ദൈവത്തിൻ്റെ സ്ഥാനത്ത് ആണോ ഞാൻ ഈ പ്രതിമകളൊക്കെ വയ്ക്കുക? ആണെങ്കിൽ തീർച്ചയായിട്ടും തെറ്റാണ്. അതുകൊണ്ട് ഓർക്കുക, പ്രതിമയും വിഗ്രഹവും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന കാര്യം. ബൈബിൾ തന്നെ പ്രതിമ ഉണ്ടാക്കാനായിട്ട് കൽപ്പിക്കുന്ന കാര്യം കാണാം. ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത സാഹചര്യത്തിൽ അവരോട് മോശയിലൂടെ ദൈവം ആവശ്യപ്പെട്ടു പ്രമാണപ്പലകൾ സൂക്ഷിക്കാനായിട്ട് പേടകമുണ്ടാക്കണം. ആ പേടകത്തിൻ്റെ ഇരുവശത്തും കെറൂബുകളെ സ്ഥാപിക്കണം. നോക്കൂ, പുറപ്പാട് പുസ്തകം 25-ാമത്തെ അധ്യായത്തിൽ 18-19 വാക്യങ്ങൾ. കൃപാസനത്തിൻ്റെ രണ്ടറ്റത്തുമായി അടിച്ചു പരത്തിയ സ്വർണം കൊണ്ട് 2 കെറൂബുകളെ നിർമ്മിക്കണം. കൃപാസനത്തിൻ്റെ രണ്ടറ്റത്തും അതിനോട് ചേർന്ന് ഒട്ടിച്ചേർന്ന് നിൽക്കത്തക്ക വിധം വേണം കെറൂബുകൾ നിർമ്മിക്കാൻ. കൃപാസനം മൂടത്തക്ക വിധം കെറൂബുകൾ ചിറകുകൾ മുകളിലേക്ക് വിരിച്ചു പിടിക്കണം. കെറൂബുകൾ കൃപാസനത്തിലേക്ക് തിരിഞ്ഞ് മുഖാഭിമുഖം നിലകൊള്ളണം. കൃപാസനം പേടകത്തിന് മുകളിൽ സ്ഥാപിക്കണം. ഞാൻ നിനക്ക് തരാൻ പോകുന്ന ഉടമ്പടി പത്രിക പേടകത്തിന് നിക്ഷേപിക്കണം. കൃപാസനം ദൈവത്തിൻ്റെ കൃപയുടെ കേന്ദ്രമാണ്. ഉടമ്പടിയുടെ പ്രമാണം സൂക്ഷിക്കുന്ന പെട്ടിയാണ്. ആ പെട്ടിയുടെ 2 ഭാഗത്തും മാലാഖമാർ. ചിറക് വിരിച്ച് നിൽക്കുന്ന കെറൂബുകൾ പ്രതിമകളല്ലേ? ദൈവം നല്ലേ ഉണ്ടാക്കാൻ പറയുക പ്രതിമകൾ ഉണ്ടാക്കാനായിട്ട്. മറ്റൊന്ന്, ഇസ്രായേൽക്കാർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് ഒരുപാട് പരാതികൾ പറയുന്നുണ്ട്. ഒരിക്കലും വലിയ പരാതി പറഞ്ഞപ്പോഴേക്കും ദൈവം അവരുടെ അടുക്കിലേക്ക് പാമ്പുകളെ അയച്ചു. അത് സംഖ്യാപുസ്തകം 21-ാമത്തെ അധ്യായം 4 മുതലുള്ള വാക്യങ്ങളാണ്. ഏദോം ചുറ്റിപ്പോകാൻ ഹോർ മലയിൽ നിന്ന് ചെങ്കടലിലേക്കുള്ള വഴി അവർ യാത്ര പുറപ്പെട്ടു. യാത്രാമധ്യേ ജനം അക്ഷമരായി. ദൈവത്തിനും മോശയ്ക്കുമെതിരെ അവർ സംസാരിച്ചു. ഈ മരുഭൂമിയിൽ മരിക്കാൻ ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നത് എന്തിനാണ്? ഇവിടെ അപ്പമോ വെള്ളമോ ഇല്ല. വിലകെട്ട ഈ അപ്പം തിന്ന് ഞങ്ങൾ മടുത്തു. അപ്പോൾ കർത്താവ് ജനത്തിൻ്റെ ഇടയിലേക്ക് ആഗ്നേയ സർപ്പങ്ങളെ അയച്ചു. അവയുടെ ദംശനമേറ്റ് ഇസ്രായേലിൽ വളരെ പേർ മരിച്ചു. ജനം മോശയുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, അങ്ങേക്കും കർത്താവിനുമെതിരായി സംസാരിച്ച് ഞങ്ങൾ പാപം ചെയ്തു. ഈ സർപ്പങ്ങളെ പിൻവലിക്കാൻ കർത്താവിനോട് പ്രാർത്ഥിക്കണമേ. മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക. ദംശനമേൽക്കുന്നവർ അതിനെ നോക്കിയാൽ മരിക്കുകയില്ല. ദൈവമാണ് കൽപ്പിക്കുന്നത്. വിഗ്രഹം ഉണ്ടാക്കരുതെന്ന് പറയുന്ന ദൈവം തന്നെയാണ് പറയുന്നത്. ഇവിടെ ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിൽക്കുക. ആൾക്കാർ അതിനെ നോക്കട്ടെ. ആ സർപ്പത്തെ നോക്കുന്നവർ മരിക്കുകയില്ല. ഇപ്പോൾ ദൈവം തന്നെ പറയുന്നതാണ്. ഈ സോളമൻ്റെ ദേവാലയത്തിലേക്ക് വേണമെങ്കിൽ അവിടെ ഒരുപാട് കെറൂബുകൾ, കാളയുടെ ഒരുപാട് രൂപങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് രൂപങ്ങൾ ഉണ്ടാക്കരുത് എന്നുള്ളതല്ല ഇവിടുത്തെ നിയമം. വിഗ്രഹം ഉണ്ടാക്കരുത്. എന്താണ് വിഗ്രഹം? ആരാധിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ്. ഓർമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് പ്രതിമകളാണ്. ആരാധിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നത് വിഗ്രഹങ്ങളാണ്. അപ്പോൾ വിഗ്രഹം ഉണ്ടാക്കരുത്, ആരാധിക്കാൻ വേണ്ടി വിഗ്രഹം ഉണ്ടാക്കരുത്. ഇതാണ് കൽപ്പന. ഇനി ഈ പിത്തള സർപ്പത്തിന് എന്ത് സംഭവിച്ചു നോക്കാം. രാജാക്കന്മാർ 2-ാം പുസ്തകം 18-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം. ഹെസെക്കിയ രാജാവിനെക്കുറിച്ചാണ് പറയുന്നത്. അവൻ പൂജാഗിരികൾ നശിപ്പിക്കുകയും സ്തംഭങ്ങളും അക്ഷേരാ പ്രതിഷ്ഠകളും തകർക്കുകയും ചെയ്തു. മോശ ഉണ്ടാക്കിയ നെഹുഷ്താൻ എന്ന് വിളിക്കപ്പെടുന്ന ഓട്ടുസർപ്പത്തിൻ്റെ മുമ്പിൽ ഇസ്രായേൽ ധൂപാർച്ചന നടത്തിയതിനാൽ അവൻ അത് തകർത്ത് കളഞ്ഞു. ഇപ്പോൾ ധൂപാർച്ചന ആരാധനയുടെ ഭാഗമായി മാറുന്നു. അത് അപകടകരമായി കണ്ട രാജാവ് അത് തകർത്ത് കളഞ്ഞു. ഇപ്പോൾ പ്രതിമ വിഗ്രഹമായി മാറാം. അങ്ങനെ മാറുകയാണെങ്കിൽ അത് തകർത്ത് കളയണം. അതുകൊണ്ട് കത്തോലിക്കാ സഭ വിഗ്രഹാരാധകരെ പ്രോത്സാഹിപ്പിക്കുന്നു പറഞ്ഞതിന് അർത്ഥമില്ല. പ്രതിമകൾ പള്ളിയിൽ കണ്ടതുകൊണ്ട് വിഗ്രഹാരാധനയാണെന്ന് പറഞ്ഞ് ഹാലിളകേണ്ട കാര്യവുമില്ല. അപ്പോൾ വിഗ്രഹങ്ങളെയും പ്രതിമകളെയും വേർതിരിച്ചറിയുക. മാതാപിതാക്കന്മാരെ ഓർമ്മിക്കാൻ വേണ്ടി നമ്മൾ ഫോട്ടോ സൂക്ഷിക്കാറില്ലേ? ഞാൻ എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും ഫോട്ടോ സൂക്ഷിക്കാറുണ്ട്. ഞാൻ പലപ്പോഴും ആ ഫോട്ടോ തൊട്ടുമുത്താറുണ്ട്. എൻ്റെ അപ്പനോടും അമ്മയോടും എനിക്ക് ബഹുമാനമുണ്ട്, ആദരവുണ്ട്. അവരെനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം എന്തുമാത്രം ക്ലേശങ്ങൾ അനുഭവിച്ചതാണ് എൻ്റെ അപ്പനും അമ്മയും. ആ ഒരു ആദരവ് കാണിക്കാൻ ഞാൻ അവരുടെ പടം സൂക്ഷിക്കുന്നു. ഞാനതിനെ ചുംബിച്ചാൽ എന്താ കുഴപ്പം? അവരെൻ്റെ ദൈവമല്ല, പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹം എനിക്ക് വെളിപ്പെടുത്തി തന്നവരാണ്. അതുകൊണ്ട് ആരാധനയും വണക്കവും രണ്ടാണെന്ന് കാണുക. ഈ 2-ാമത്തെ കാര്യമാണ് മധ്യസ്ഥ പ്രാർത്ഥന. അപ്പോൾ ദൈവത്തിനും മനുഷ്യനുമിടയിൽ ഒരേ ഒരു മധ്യസ്ഥനായുള്ളൂ, യേശു ക്രിസ്തു. അപ്പോൾ യേശു ക്രിസ്തു എന്ന മധ്യസ്ഥനെ തള്ളിപ്പറഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾ ഒരുപാട് മധ്യസ്ഥന്മാരെ കൊണ്ടുവരിക? ഒരു നിർബന്ധവുമില്ല. സുവിശേഷത്തിൽ തന്നെ എത്രയോ തവണ പറയുന്നുണ്ട് യേശുവിൻ്റെ അടുക്കിലേക്ക് മധ്യസ്ഥന്മാരായിട്ട് വരുന്നവർ. കഫർനാമിലെ രോഗശാന്തി പ്രസംഗം കഴിഞ്ഞിട്ട് പിശാച് ബാധനെ സുഖപ്പെടുത്തിയിട്ട് പത്രോസിൻ്റെ വീട്ടിലേക്ക് വരുമ്പോഴേക്കും പത്രോസിൻ്റെ അമ്മായിയമ്മ പനി ബാധിച്ച് കിടക്കുകയായിരുന്നു. അവർ യേശുവിനോട് അവളെക്കുറിച്ച് പറഞ്ഞു. യേശു അവളെ സുഖപ്പെടുത്തി. പത്രോസിൻ്റെ അമ്മായിയമ്മയുടെ വീട്ടുകാരാണ് യേശുവിനോട് പറയുക. വേറൊരിക്കൽ യേശു ഭവനത്തിൽ ഇരിക്കുമ്പോൾ ഒരു തളർവാദ രോഗിയെ 4 പേര് കൂടി കട്ടിലെടുത്തുകൊണ്ട് വന്നു. അകത്ത് കയറാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് മേൽക്കൂര പൊളിച്ച് താഴേക്ക് ഇറക്കി അവർ യേശുവിൻ്റെ അടുക്കൽ കൊണ്ട് അവരുടെ വിശ്വാസം കണ്ടുകൊണ്ട് യേശു പറഞ്ഞു, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എത്രയോ ഉദാഹരണങ്ങൾ.
ശതാധിപൻ യേശുവിനെ എടുക്കുന്ന പറയും, ഗുരു എൻ്റെ മകൻ കിടക്കുകയാണ്, ഒന്ന് സുഖപ്പെടുത്തണം. യേശു ശതാധിപന് വേണ്ടി പോകുന്നു. ജായിറൂസിൻ്റെ മകളുടെ സുഖപ്പെടുത്തൽ, എത്രയോ ഉദാഹരണങ്ങൾ. പിശാചുബാധിതയായി വീട്ടിൽ കിടക്കുന്ന മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വരുന്ന കാനാൻകാരി സ്ത്രീ, എത്ര വേണമെങ്കിലും ഉദാഹരണമുണ്ട്. യേശുവിൻ്റെ അടുക്കൽ മധ്യസ്ഥമായിട്ട് വരുന്നവർ. ആ യേശുവിന് അറിയാൻ പാടില്ല നേരിട്ട്, തീർച്ചയായിട്ടും യേശുവിന് അറിയാൻ പാടില്ല അഞ്ഞിട്ടല്ല. അതുപോലെ തന്നെ ഇന്നും പൗലോസ് പറയുന്നുണ്ടല്ലോ, ഓരോ ലേഖനം അവസാനിക്കുമ്പോൾ സഹോദരങ്ങളെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. നിങ്ങൾ ഇന്നലെ പ്രാർത്ഥിക്കുന്നത് എനിക്ക് നേരത്തെ പ്രാർത്ഥിച്ചാൽ പോരെ? ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്? ഇപ്പോൾ പൗലോസിന് വേണ്ടി ജനങ്ങൾ പ്രാർത്ഥിക്കുന്നത് ആ ജനങ്ങളോടാണ് പൗലോസ് പറയുക. അപ്പോൾ നമ്മൾ ഓർക്കണം, യേശു സഭയെ സ്ഥാപിച്ചത് ഒറ്റയാന്മാരുടെ കൂട്ടമായിട്ടല്ല, ഒരു കൂട്ടായ്മയായിട്ടാണ്. ദൈവരാജ്യത്തെക്കുറിച്ച് ഒരുപാട് ഉപമകൾ പറയുന്നുണ്ട്. വലയുടെ ഉപമ പറയുന്നുണ്ട്, വയലിൻ്റെ ഉണ്ട്, പക്ഷേ ഒരു ചൂണ്ടയുടെ ഉപമ പറഞ്ഞിട്ടില്ല. ഒറ്റപ്പെട്ട വ്യക്തികളായിട്ടല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുക, അവർ സമൂഹമായി വളരണം. ഇപ്പോൾ ഒറ്റപ്പെട്ടവരുടെ രക്ഷയല്ല, എല്ലാവരും വരണം, ഒരു കുടുംബമായി മാറണം. അതുകൊണ്ടാണ് ക്രിസ്തു വിശ്വാസികളുടെ സമൂഹത്തെ ഒരു ശരീരത്തോട് ഉപമിക്കുക. മിസ്റ്റിക്കൽ ബോഡി, മൗതിക ശരീരം എന്നൊക്കെ പറയും. യേശുവാകുന്ന ശിരസിനോട് ചേർന്ന് നിൽക്കുന്ന അനേകം അവയവങ്ങൾ കൂടുന്നതാണ് ശരീരം. അപ്പോൾ ഓരോ അവയവങ്ങളും പരസ്പരം സഹായിക്കുന്നു, യേശുവിൽ നിന്ന് വേറിട്ടുകൊണ്ടല്ല. അതുകൊണ്ട് നമ്മൾ വിശുദ്ധരുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, വിശുദ്ധരോട് പ്രാർത്ഥിക്കുന്നതിൻ്റെ അകത്തൊരു വിഗ്രഹാരാധനയോ യേശുവിനെ തള്ളിപ്പറയുന്നതോ ആണെന്ന് പറയാനാവില്ല. അപ്പോൾ ഈ സഭയ്ക്ക് 3 ഘടകങ്ങളുണ്ടെന്നാണ്, 3 ഭാഗങ്ങൾ. ഈ ഭൂമിയിൽ സമരം ചെയ്യുന്ന സ്ട്രഗിളിംഗ് ചേർച്ച്, സമരസഭ. സ്വർഗത്തിൽ വിജയിച്ചിരിക്കുന്ന, ദൈവത്തോട് സന്തോഷമായി കഴിഞ്ഞ വിജയസഭ, ദ ട്രയംഫൻറ്റ് ചേർച്ച്. ഇനി ശുദ്ധീകരണം നടക്കുന്ന സഫറിംഗ് ചേർച്ച്, സഹിക്കുന്ന സഭ. ഈ വിജയം വരിച്ച സഭയും സഹിക്കുന്ന സഭയും സമരം ചെയ്യുന്ന സഭയും കൂടി ചേരുന്നതാണ് ക്രിസ്തുവിൻ്റെ സഭ. അപ്പോൾ പരസ്പരം ഈ അവയവങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിശുദ്ധരോട് പ്രാർത്ഥിക്കുന്നു, വിശുദ്ധർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതൊന്നും യേശുവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടല്ല. എല്ലാ പ്രാർത്ഥനകളും, പ്രത്യേകിച്ചും ലത്തീൻ കുർബാനയിൽ മനോഹരമായ പ്രാർത്ഥന, പെർ ഡോമിനും നോസ്ത്രും യേസും ക്രിസ്തും എന്ന് പറഞ്ഞ എല്ലാ പ്രാർത്ഥനയും കർത്താവും ഞങ്ങളുടെ കർത്താവും നാഥനുമായ യേശു ക്രിസ്തുവിലൂടെ ഈ പ്രാർത്ഥന സമർപ്പിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് യേശു ക്രിസ്തുവിലൂടെ പിതാവിന് സമർപ്പിക്കുന്നതാണ് പ്രാർത്ഥനയും ആരാധനയുമെല്ലാം. ആരോട് പ്രാർത്ഥിച്ചാലും എല്ലാവരും യേശുവിൻ്റെ അടുക്കലാണ് മധ്യസ്ഥം വഹിക്കുക. അപ്പോൾ യേശുവിൻ്റെ അടുക്കൽ മധ്യസ്ഥം വഹിക്കണം എന്ന് പറഞ്ഞാൽ യേശു നമ്മുടെ കാര്യം ശ്രദ്ധിക്കാത്തതുകൊണ്ടല്ല, പിതാവ് നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധയില്ലാഞ്ഞിട്ടുമല്ല. നമ്മളെല്ലാം ഒരു കുടുംബമാണ്. മനുഷ്യവർഗം മുഴുവൻ ഒരു കുടുംബമാണ്. അതിലേതെങ്കിലും ഒരു വ്യക്തിക്ക് വേദനിക്കുമ്പോൾ ശരീരം മുഴുവൻ വേദനിക്കും. അതുകൊണ്ട് നമ്മളുടെ ഈ കൂട്ടായ്മ മനുഷ്യ സമൂഹത്തിൻ്റെ എല്ലാവരുടെയും, പ്രത്യേകിച്ചും യേശുവിൽ വിശ്വസിച്ച് മാമോദിസ സ്വീകരിച്ച് സഭയുടെ ഭാഗമായി തീരുന്നതിന് പ്രത്യേകമായൊരു കൂട്ടായ്മയുണ്ട്. എല്ലാവരും ആ കൂട്ടായ്മയിലേക്ക് വരണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ മുമ്പിലും മക്കൾ പരസ്പരം സ്നേഹിക്കുന്നതിൻ്റെ അടയാളമാണല്ലോ ഈ മധ്യസ്ഥ പ്രാർത്ഥന. ചിലർ ദൈവത്തിന് കൂടുതൽ പ്രീതികരമായ വിധത്തിൽ ജീവിച്ചു, ദൈവത്തിൻ്റെ അടുക്കലാണവർ. അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നവരോട് പ്രാർത്ഥിക്കുന്നത് ദൈവത്തെ തള്ളിപ്പറയലല്ല, യേശുവിനെ ഇല്ലാതാക്കുന്നതുമല്ല, എല്ലാവരും ഒരു ശരീരത്തിൻ്റെ ഭാഗമാണ് എന്ന ആ ഒരു ബോധ്യത്തിൽ പ്രാർത്ഥിക്കുന്നതാണ് മധ്യസ്ഥ പ്രാർത്ഥന. ഞാൻ സൂചിപ്പിക്കണ്ടായി, പൗലോസിൻ്റെയും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥന യാചിക്കുന്നുണ്ട്, ഇന്നും നമ്മൾ യാചിക്കുന്നു. അതുകൊണ്ട് കത്തോലിക്ക വിശ്വാസമനുസരിച്ച് പ്രതിമകൾ വിഗ്രഹമാകാൻ സാധ്യതയുണ്ട്. മധ്യസ്ഥ പ്രാർത്ഥന വഴി യേശു എന്ന ഏക മധ്യസ്ഥനെ തള്ളി പറയുന്നില്ല. അപ്പം അതുകൊണ്ട് ഓർക്കുക. പക്ഷേ വിഗ്രഹം, ഈ പ്രതിമ തന്നെ വിഗ്രഹമാകാം. എങ്ങനെയാണ്? ഞാൻ നേരത്തെ സൂചിപ്പിക്കേണ്ട ആരാധന എന്ന് പറഞ്ഞാൽ എന്നെ തന്നെ പൂർണ്ണമായി അടിയറ വയ്ക്കുന്നതാണ്. അങ്ങനെ എല്ലാം നിന്നിൽ നിന്നാണ് കിട്ടുന്നതെന്ന് ഞാൻ ആരെയെങ്കിലും ദൈവത്തെ മറന്നുകൊണ്ട്, ദൈവത്തെ മറികടന്നുകൊണ്ട് ഏതെങ്കിലും ഒരു പുണ്യവാനെ ഞാൻ ദൈവമായി ആരാധിക്കാൻ പോയാൽ തീർച്ചയായിട്ടും വിഗ്രഹാരാധനയാവും. പലപ്പോഴും അറിയാതെ തന്നെ വിഗ്രഹാരാധനയുടെ ഭാഷ നമ്മൾ ഉപയോഗിച്ചു പോയിരുന്നില്ല. പക്ഷേ അതിന് സാധാരണ മനുഷ്യരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മൾ ചില വിശുദ്ധരോട് ഭക്തി തോന്നുന്നു, ആ വിശുദ്ധരോട് പ്രാർത്ഥിക്കുന്നു. പക്ഷേ വിശുദ്ധരോട് പ്രാർത്ഥിക്കുമ്പോഴും ദൈവത്തെ മറന്നുകൊണ്ടോ ദൈവത്തിനുപരിയായിട്ടോ അല്ല. പക്ഷേ പലപ്പോഴും നമ്മൾ അറിയാത്ത പല വിഗ്രഹങ്ങളുണ്ട് എന്നോർക്കുക. നേരത്തെ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, പ്രത്യയശാസ്ത്രങ്ങൾ വിഗ്രഹങ്ങളായി മാറാം. ഏറ്റവും വലിയ വിഗ്രഹമാണ് പണം. യേശു തന്നെ 2 ഉപമകളിലൂടെ സൂചന നൽകുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ ഒരു ഭോഷനായ ധനികൻ്റെ കഥ പറയുന്നുണ്ട്. ഒരു കൃഷിക്കാരന് ധാരാളം വിളവുകൾ നൽകി, അവൻ അറിയാൻ പാടില്ല എന്താ ചെയ്യേണ്ടത്, എല്ലാം കൂടെ ഞാൻ ഇവിടെ ശേഖരിക്കും, അതിനോട് ഞാൻ അറപ്പുരകൾ പുതുതാക്കി പണിയും, എല്ലാം ഞാൻ ശേഖരിച്ചു വെക്കുന്നു പറയും. എൻ്റെ ആത്മാവ് സന്തോഷിച്ച് ആനന്ദിക്കുക, അനേക വർഷങ്ങൾക്ക് ആവശ്യമായത് നിനക്ക് ലഭിച്ചിരിക്കുന്നു. പക്ഷേ ആ രാത്രി ദൈവം പറയുന്നു, മനുഷ്യ, ഇന്ന് നിൻ്റെ ജീവൻ ഞാൻ ആവശ്യപ്പെടും. അപ്പോൾ നീ സമ്പാദിച്ചെല്ലാം ആരുടേതായിരിക്കും? ഉദാഹരണത്തിൻ്റെ അർത്ഥം ഇതാണ്: സമ്പത്ത്,
മനുഷ്യനെ ദൈവമില്ലാത്തവനാക്കി മാറ്റും. ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, എല്ലാം എൻ്റേതാണ്. അപ്പോൾ സമ്പത്ത് തന്നെ ദൈവത്തിൻ്റെ സ്ഥാനത്തായി മാറുന്നു. വെൽത്ത് മേക്സ് മാൻ ഗോഡ്ലെസ്. നിരീശ്വരനാക്കി മാറ്റാം മനുഷ്യനെ സമ്പത്ത്. രണ്ടാമത്തേത് ലൂക്കായുടെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിൽ ധനവാൻ്റെയും ലാസറിൻ്റെയും കഥ പറയുന്നതാണ്. അവിടെ ധനവാൻ്റെ പ്രശ്നം അവൻ അയൽക്കാരനെ മറന്നു എന്നുള്ളതാണ്. വലിയ സമ്പന്നനാണ്, വലിയ വില കൂടിയ പട്ടുടുത്ത് ദിവസം തോറും വലിയ സദ്യ വിരുന്ന് ആഘോഷിച്ചിരുന്നു. പക്ഷേ അവൻ്റെ പടിവാതിൽക്ക് ഒരാൾ പട്ടിണി കിടന്ന് മരിച്ചു. അവനെ കണ്ടു, പക്ഷേ വകവച്ചില്ല. അപ്പോൾ അയൽക്കാരനെ മറക്കാൻ പണം പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് പറയാറുണ്ട്, ധനം മനുഷ്യനെ നിരീശ്വരനാക്കുന്നു, സഹോദരനില്ലാത്തവനാക്കുന്നു. വെൽത്ത് മേക്സ് മാൻ ഗോഡ്ലെസ്, വെൽത്ത് മേക്ക് മാൻ ഫ്രണ്ട്ലെസ്. ഏകാഗ്രതയാകും. അപ്പോൾ ഇത് വിഗ്രഹമാണ്. അപ്പോൾ അങ്ങനെ അനേകം വിഗ്രഹങ്ങളുണ്ടാകാം. പക്ഷേ അതൊന്നും ഈ വിഗ്രഹാരാധനയുടെ കാര്യം നമ്മൾ പറയുമ്പോൾ ശ്രദ്ധിക്കാറില്ല. പ്രതിമകൾ മാത്രമല്ല എന്ന് ഓർക്കുക. ഇനി ഒരു പടി അപ്പുറത്തേക്ക് കത്തോലിക്കർ വിഗ്രഹാരാധകരാണെന്ന് പറയുന്ന ആക്ഷേപിക്കുന്ന മുസ്ലിമുകളുടെ കാര്യം എടുത്ത് നോക്കൂ. ഒരു വിഗ്രഹവും അവർക്കുണ്ടാവില്ല. ഒരു ആളുടെയും പടവും പ്രതിമയും ഒന്നും മോസ്കുകളുണ്ടാവില്ല. പക്ഷേ ഒരു കാര്യം ഓർത്ത് നോക്കൂ, എല്ലാ മുസ്ലിമുകളും സാധിക്കുമെങ്കിൽ ആണ്ടുതോറും ഒരു തീർത്ഥാടനം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട് മക്കയിലേക്ക്. എന്താണ് ഈ മെക്കയുടെ പ്രധാനം എന്ന് ചോദിച്ചാൽ, അവിടെയാണ് കാബ ഉള്ളത്. എന്താണ് കാബ? കാബയുടെ കേന്ദ്രമായിട്ടൊരു കല്ലുണ്ടെന്നാണ് പറയും. ആ കല്ലിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് മനസ്സിലാക്കിയെടുത്തോളം ഇബ്രാഹിം നബി മെക്കായിൽ താമസിച്ചിരുന്നപ്പോൾ അള്ളാഹിക്ക് വേണ്ടി ഒരു ആലയം പണിയാനായിട്ട് ആഗ്രഹിച്ചു. ആലയത്തിൻ്റെ തറക്കല്ലിടാനായിട്ട് മക്കൾ രണ്ടുപേരിൽ ആര് വേണമെന്നുള്ള തർക്കമായി. മൂത്ത മകനായതുകൊണ്ട് ഞാൻ വേണമെന്ന് ഇസ്മായിൽ പറഞ്ഞു. അല്ല, യഥാർത്ഥത്തിൽ ഭാര്യയുടെ മകനായതുകൊണ്ട് ഞാൻ വേണമെന്ന് ഇസഹാക്ക് പറഞ്ഞു. തർക്കത്തിന് പരിഹാരം ഉണ്ടാകാതായപ്പോൾ അള്ളാഹു തന്നെ മുകളിൽ ഒരു കല്ലിറക്കി കൊടുത്തു. ആ കല്ല് കറുത്ത കല്ല്, അതിനെയാണ് ആലയമായി പണിതിരിക്കുക. അപ്പോഴെന്താണ് ഈ കല്ലിൻ്റെ പ്രാധാന്യം? ഒന്നാമത്തെ ചോദ്യം, സ്വർഗത്തിൽ ദൈവം കല്ലിറക്കി കൊടുക്കുമോ? രണ്ടാമത് ചോദ്യം, ഇബ്രാഹിം ഈ മെക്കായിൽ വന്നതിന് എന്തെങ്കിലും തെളിവുണ്ടോ? ഒരു കാരണവശാലും ഈ ബൈബിളിൽ പറയുന്ന അബ്രാഹം ഒരിക്കലും മെക്കായിൽ വരാൻ യാതൊരു സാധ്യതയുമില്ല. ഊറിൽ നിന്ന് പുറപ്പെട്ട വ്യക്തി ഹാരാനിൽ ചെന്നു, അവിടുന്ന് യാത്ര തിരിച്ച് കാനാനിൽ പോയി ഈജിപ്ത് പോയി. ഇതും മെക്കായുമായിട്ട് എന്ത് ബന്ധം? 1000-ലധികം കിലോമീറ്റർ അകലെയാണ്. അതുകൊണ്ട് മെക്ക അബ്രാഹം പണിതാണെന്ന് ഒരു തെളിവുമില്ല, സാധ്യതയുമില്ല. അത് തന്നെയുമല്ല, ഇനി ആണെന്ന് വിചാരിക്കൂ, ഈ കല്ലിലാണോ പ്രാധാന്യം? ഈ കല്ലിലാണോ ദൈവം ഇരിക്കുന്നത്? ആയിരിക്കും ദൈവം? കല്ലിൽ കുത്തിയിരിക്കുന്ന ദൈവം ഏത് ദൈവമാണ്? അതുകൊണ്ട് മുസ്ലിം ഈ ലോകത്തിൻ്റെ ഏതു ഭാഗത്താണെങ്കിലും മെക്ക എവിടെയാണ് എന്ന് അവരുടെ വടക്ക് നോക്കി യന്ത്രം വെച്ച് കണ്ടുപിടിച്ച് അങ്ങോട്ട് നോക്കി പ്രാർത്ഥിക്കണം. അപ്പോൾ ഈ മെക്കായിലെ കല്ലിലാണോ ഇരിക്കുന്നത് ദൈവം നിൽക്കുക? അപ്പോൾ ഈ കല്ലെന്താണ്? വിഗ്രഹമല്ലേ? ഈ പറയുന്ന കാബ എന്ന് പറയുന്നൊരു വലിയ വിഗ്രഹമായിട്ട് മാറുന്നില്ലേ? സർവ്വവ്യാപിയാണ് ദൈവം എന്ന് പറയുന്നത്. പക്ഷേ ദൈവം ഈ മെക്കായിലെ കല്ലിലാണെങ്കിൽ ദൈവത്തെ കണക്കാക്കാൻ സാധിക്കും. അപ്പോൾ ഈ മെക്കായിലെ കാബായും കല്ലും ഒരു വിഗ്രഹമായി മാറുകയല്ലേ എന്ന ചോദ്യം തീർച്ചയായിട്ടും ചോദിച്ചേ മതിയാവും. രണ്ടാമത്തേത്, മുസ്ലിമുകൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോട് കണക്കാക്കുന്നതാണ് ചന്ദ്രക്കല. അവരുടെ ഒരു അടയാളമാണ്. ക്രിസ്ത്യാനികൾക്ക് കുരിശു പോലെ അതിന് ഒരു പടി കൂടി കടന്നാണ് വാസ്തവത്തിൽ ചന്ദ്രക്കല. അവരുടെ എല്ലാ മോസ്കുകളുടെയും മുകളിൽ ചന്ദ്രനും നക്ഷത്രം ഉണ്ടാകും. അപ്പോൾ ആ ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയങ്ങൾ നോക്കിയാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. ശരിയാണ്, ക്രിസ്ത്യാനികളും യഹൂദരുമൊക്കെ ഈ നോക്കിയാണ് ആരാധിക്കുന്നത്. പക്ഷേ ക്രിസ്ത്യാനികൾക്കും യഹൂദർക്കും ചന്ദ്രക്കല ഒരടയാളം മാത്രമാണ്. പക്ഷേ ഇവിടെയോ രാജ്യങ്ങളുടെ കൊടികളിൽ എല്ലാ സ്ഥലങ്ങളിലും ചന്ദ്രക്കല. അപ്പോൾ ഈ ചന്ദ്രക്കലയെന്ന പ്രാധാന്യത്തെക്കുറിച്ച് നോക്കുമ്പോഴേക്കും ഈ അള്ളാഹു എന്ന് വിശേഷിപ്പിക്കുന്ന ദൈവമെന്ന് വിചാരിപ്പിക്കുന്ന അള്ളാഹു തന്നെ ചന്ദ്രൻ്റെ ഒരു അവതാരമല്ലേ? കാബായിൽ 360 ദേവതകളുണ്ടായിരുന്നതും മുഹമ്മദ് അധികാരം ഏറ്റെടുത്തപ്പോഴീ ഖുറേഷ് വംശത്തിൻ്റെ 360 ഗോത്രദേവതകളിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ചന്ദ്രദേവനെ മാത്രം എടുത്തുവെന്നും അതിൻ്റെ പേരിലാണ് ഈ ചന്ദ്രക്കല ഇവരുടെ അടയാളമായി മാറിയതെന്നും പറയുന്നത് യഥാർത്ഥമാണെന്ന് വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്നതല്ലേ ഈ ചന്ദ്രക്കലയുടെ കാര്യം? അപ്പോൾ ഈ ചന്ദ്രൻ എന്താണ്? 3, കല്ലറകൾ. നമ്മൾ അടുത്ത തവണ അതിനെ സൂചിപ്പിക്കുന്നതാണ്. പക്ഷേ ഈ ചില കല്ലറകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഒരു ഓർമ്മയാചരിക്കാൻ കൊള്ളാം. പക്ഷേ ഈ ചില കല്ലറകൾ കൊടുക്കുന്ന പ്രത്യേക പ്രാധാന്യം കാണുമ്പോഴേക്കും അതും ഒരു വിഗ്രഹമായി മാറുകയല്ലേ എന്ന് ചോദിക്കുക. മുഹമ്മദിനെക്കുറിച്ച് ഞാൻ സൂചിപ്പിക്കണ്ടായി. ബൈബിളിൻ്റെ കാഴ്ചപ്പാടിൽ മുഹമ്മദിനെ പ്രവാചകനായി കാണാനായിട്ട് സാധിക്കുകയില്ല. ഓക്കെ, ഒരു പ്രവാചകനാവുന്നു, നബിയാവുന്നു. പക്ഷേ ഈ പ്രവാചകൻ്റെ ശരീരത്തിൻ്റെ ഒരു രോമം എവിടെയോ സൂക്ഷിച്ചെന്ന് കാശ്മീരിലും കണ്ട് അതാരോ മോഷ്ടിച്ചുകൊണ്ട് പോയി എന്താ ബഹളമുണ്ടായി. മുഹമ്മദിനെക്കുറിച്ച് ആരോ എന്തോ അപഖ്യാതി പറഞ്ഞു വിചാരിച്ച് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാകുക, മതനിന്ദയാക്കുന്നു. അപ്പോൾ ആരാണ് ഈ മുഹമ്മദ്? ഈ മുഹമ്മദിൻ്റെ ശരീരം എവിടെയാണുള്ളത്? അതിൻ്റെ അവശിഷ്ടങ്ങൾക്ക് ഇന്ന് പ്രാധാന്യമുള്ളത്?
ഇപ്പോൾ വിഗ്രഹാരാധന മുടക്കുന്നവൻ മുഹമ്മദിൻ്റെ എന്ന് പറയുന്ന രോമത്തിൻ്റെ പേരിൽ നൂറുകണക്കിന് മനുഷ്യനെ കൊന്നൊടുക്കാൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ ഈ മുഹമ്മദിൻ്റെ രോമം എന്താണ്? വിഗ്രഹങ്ങളാണോ? മരിച്ചു മണ്ണടിഞ്ഞ മനുഷ്യൻ്റെ ഈ ശരീരത്തിനോട് ഇല്ലെങ്കിൽ എന്ത് പ്രാധാന്യം? ബഹുമാനത്തിൻ്റെ ആദരവിൻ്റെ പരിധികൾ കഴിഞ്ഞ് ആരാധനയിലേക്ക് നീങ്ങുകയല്ലേ? അതോടൊപ്പം ഖുറാൻ്റെ കാര്യം നോക്കൂ. ഖുറാൻ എഴുതുന്ന പുസ്തകം ദൈവത്തിൻ്റെ വചനമാണ്, അള്ളാഹു ഇറക്കി കൊടുത്ത വചനങ്ങളാണെന്ന് പറയും. എഴുതിയ കടലാസുകൾ അത് പഴയ എന്ത് ചെയ്യും? കത്തിച്ചു കളയാണ്ട് വൃത്തിയുണ്ടോ? ഇനി ഖുറാൻ മനുഷ്യൻ ഏതോ തരത്തിൽ അശ്രദ്ധയോടുകൂടി ഉപയോഗിച്ചു എന്ന പേരിൽ മതത്തിൽ നിന്ന് ആ കുറ്റം ചുമത്തി ആളെ കൊല്ലാൻ തുടങ്ങുമ്പോഴത്തേക്കും ഈ ഖുറാൻ എന്താ വിഗ്രഹമാണോ? ഖുറാൻ ഈ ബൈബിൾ, എൻ്റെ കയ്യിലും ബൈബിളുണ്ട്, ഞാൻ ദൈവത്തിൻ്റെ വചനമായിട്ട് കണക്കാക്കുന്നതാണ്. പക്ഷേ ഇത് ദൈവത്തിൻ്റെ വചനമാണെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ എഴുതപ്പെട്ട വചനം എഴുതിയിരിക്കുന്ന കടലാസാണിത്. ഇത് കേടായി കളയുമ്പോൾ കത്തിച്ച് കളയും. ഇതിൻ്റെ അകത്ത് കടലാസോ എഴുത്തോ അല്ല പ്രധാനം, ഇതിൻ്റെ വചനമാണ്. ആ വചനത്തിലൂടെ ദൈവം എന്നോട് സംസാരിക്കുകയാണ്. അല്ലാതെ ഈ ഓബ്ജക്റ്റ്, ഈ വസ്തുവിൻ്റെ പ്രാധാന്യം എന്താണ്? ഇത് തീർച്ചയായിട്ടും മാത്രമോടെ സൂക്ഷിക്കണം. പക്ഷേ ഇതിനെ ഒരു വിഗ്രഹമായി കണക്കാക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ വരുമ്പോൾ ഈ മതനിന്ദ കുറ്റവും വിഗ്രഹാരാധനയുമൊക്കെ ആരോപിക്കുന്നവർ വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ വിഗ്രഹാരാധകരല്ലേ എന്ന സംശയം അവശേഷിക്കുകയാണ്. പടങ്ങളൊന്നും വരയ്ക്കുന്നില്ലെങ്കിലും ഈ എഴുതുന്ന വാക്കുകൾ തന്നെ പടങ്ങൾ പോലെയാക്കി അതും ഒരു ആരാധനയുടെ ഭാഗമായി മാറുന്നുണ്ടോ? ഏതായാലും എനിക്ക് പറയാനുള്ളതൊന്നാണ്, ക്രിസ്ത്യാനികൾ കത്തോലിക്കർ വിഗ്രഹാരാധകരാണെന്ന് പറയുന്നതിന് മുമ്പേ സ്വന്തം മനസ്സിൽ വെച്ച് പൂജിക്കുന്ന വിഗ്രഹങ്ങളെ ഒന്ന് മാറ്റാനായിട്ട് ശ്രമിക്കുക. രണ്ടാമത്തേതൊരു തുറന്ന കണ്ണോടുകൂടി പ്രതിമകളെ കാണുക. ഈ വഴിക്കോലുള്ളൊക്കെ വയ്ക്കുന്ന പ്രതിമകളൊന്നും ആരും ആരാധിക്കുന്നില്ല. ആരാധിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും അവരുടെ തെറ്റാണ്. മഹാത്മാഗാന്ധിയുടെ ഒരു പ്രതിമ അവിടെ വെച്ചു, അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിലോ മരണദിനത്തിലോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ ദിനത്തിലോ ഒക്കെ നമ്മളതിന് പുഷ്പാർച്ചന നടത്തുന്നു. അതൊന്നും ആരാധനയായിട്ട് ആരും കണക്കാക്കുന്നില്ല. പക്ഷേ ആരാധനയാകാം പണത്തിൻ്റെ ഇതിൽ, അല്ലെങ്കിൽ മറ്റു പലരെയും വിഗ്രഹങ്ങളാക്കി മാറ്റി എൻ്റെ കാര്യം നേടാനായിട്ട് ഞാനൊരു സാധനം ഉപകരണമാക്കി മാറ്റുമ്പോഴേക്കും ഇതെൻ്റെ ദൈവമാണെന്ന് കണക്കാക്കും. തീർച്ചയായിട്ടും അതാണ് ആരാധന. കുറച്ച് നാൾ മുമ്പ് 2019 ഒക്ടോബർ മാസം 6 മുതൽ 27 വരെയുള്ള തീയതികളിൽ റോമിൽ വത്തിക്കാനിൽ വെച്ച് ഒരു സിനഡ് കൂടുകയുണ്ട്. അമസോൺ സിനഡ് എന്ന് പറയും. അമസോൺ നദിയുടെ ചുറ്റുപാടിലുമുള്ള അവിടുത്തെ ഗോത്രവർഗ്ഗക്കാർക്ക് വേണ്ടി നടത്തിയ പ്രത്യേക സിനഡായിരുന്നു. അവരുടെ ചില ആചാരങ്ങളെ സംരക്ഷിക്കണം, അവർക്ക് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്, അവരെ സംരക്ഷിക്കണം, അവരുടെ സംസ്കാരം കാത്തുപാലിക്കണം എന്ന ഒരു ലക്ഷ്യത്തോടുകൂടി നടത്തിയ അമസോൺ സിനഡായിരുന്നു. അതിനു വേണ്ടിയിട്ട് വന്നപ്പോൾ അവിടുന്ന് അമസോണിൽ നിന്ന് വന്ന ഈ ഗോത്രവർഗ്ഗക്കാർ അവർ വളരെ ബഹുമാനത്തോടെ പൂജിച്ചിരുന്ന ഒരു പ്രതിമ, ഒരു പ്രതിമയുടെ പല കോപ്പികൾ കൊണ്ടുവന്നിരുന്നു. പച്ചമാമ എന്ന് പറയുന്ന വിഗ്രഹമാണ്. വിഗ്രഹം എന്ന് പറഞ്ഞാൽ അവർ വിഗ്രഹമായിട്ട് ഒരു പ്രതിമ കണക്കാക്കുന്നു. നഗ്നയായ ഒരു സ്ത്രീയുടെ ചിത്രമാണ്, ഒരു പ്രതിമയാണ്. ഗർഭിണിയായ നഗ്നയായ ഒരു സ്ത്രീ, ഒരു ചെറിയ പ്രതിമ. അത് അവർ കൊണ്ടുവന്നു. ഒന്നിച്ച് പ്രാർത്ഥനയുടെ സമയത്ത് മാർപ്പാപ്പ ആ പ്രതിമയുടെ മുമ്പിൽ വെച്ചിരുന്നു. അതിൻ്റെ ആശീർവദിച്ചു. അത് പ്രാർത്ഥനയ്ക്ക് ഭാഗമായി ഉപയോഗിച്ചു. അടുത്തുള്ള പള്ളിയിൽ 4-5 പ്രതിമകൾ കാഴ്ചയ്ക്ക് വെച്ചിരുന്നു. കുറേ പേർക്ക് അത് വലിയ പ്രശ്നമായി. മാർപ്പാപ്പ വിഗ്രഹാരാധന നടത്തിയിരിക്കുന്നു, വിഗ്രഹങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. അന്ന് പാതിരാത്രിക്ക് ഈ പള്ളിയിൽ ആരോ കയറി അവിടെ ഉണ്ടായിരുന്ന 5 പ്രതിമകൾ എടുത്ത് ടൈബർ നദിയിലെറിഞ്ഞു. ആകെപ്പാടെ ഭൂകമ്പമായി. മാർപ്പാപ്പ വിഗ്രഹാരാധന പ്രോത്സാഹിപ്പിച്ചു. ദിവസം ഇറ്റാലിയൻ പോലീസുകാർ മുങ്ങിയെടുത്ത് പ്രതിമകൾ വെച്ചു കൊടുത്തു. ഇപ്പം ചോദ്യം ഇതാണ്, എന്താണ് പച്ചമാമ? എന്താണ് അമസോൺ നിവാസികൾ ഇതുവഴി ലക്ഷ്യമാക്കുന്നത്? അവരെ സംബന്ധിച്ച് മാതൃഭൂമി, അമ്മ, പച്ചയായ അമ്മ എന്നാണ് അർത്ഥം. എല്ലാം പച്ചയായിരിക്കുന്നു. പച്ചമാമ, അമ്മയാണ്. പച്ചയായ അമ്മ, നമ്മൾ മാതൃഭൂമി എന്നും ഭൂമി എന്ന് പറയാം. അത് വിഗ്രഹമായിട്ടാണോ? ഈ ഭൂമിയിൽ നിന്നല്ലേ എനിക്കുള്ളതെല്ലാം. ഞാനും എൻ്റെ ശരീരവും എൻ്റെ ഭൗതികമായതെല്ലാം ഭൗതികം എന്ന ഭൂമിയായി ബന്ധപ്പെട്ടതല്ലേ. ഈ അമ്മയില്ലാണ്ട്, ഈ ഭൂമിയില്ലാണ്ട് എനിക്കേറെ ഇവിടെ അമ്മ. ഞാൻ ആകാശത്തു നിന്ന് പൊട്ടിപ്പുറപ്പെട്ടതല്ലോ. ഞാൻ ജീവിക്കുന്നത് ഈ അമ്മയിൽ നിന്നാണ്. ആഹാരം കിട്ടുന്നത്, ശ്വാസം കിട്ടുന്നത്, എല്ലാം. ഇപ്പം എനിക്ക് വേണ്ടതെല്ലാം നൽകി എന്നെ നയിക്കുന്ന, വളർത്തുന്ന എൻ്റെ അമ്മയല്ലേ ഈ ഭൂമി. ഈ ഭൂമിയിലേക്കല്ലേ ഞാൻ വീണ്ടും അഴിഞ്ഞു ചേരുക. ഈ കാണുന്ന ശരീരം അഴിഞ്ഞില്ലാതാകും, ഭൂമിയായി മാറും. അപ്പോൾ ഈ ഭൂമിയെ അമ്മയായി കണക്കുന്നതിൽ എന്താ പ്രശ്നം? ഇത് ദൈവമാണെന്ന് ആരും പറയുന്നില്ല. പക്ഷേ ഈ ഭൂമിയെ അമ്മയായി കണക്കാക്കുമ്പോൾ ഈ ഭൂമിയോട് എനിക്ക് ആദരവുണ്ടാകണം. അതാണ് ഈ ഗോത്രവർഗ്ഗക്കാർ ചെയ്യുക. ഈ ഭൂമിയെ അവർ ദൈവമായിട്ട് ആരാധിക്കുന്നൊന്നുമില്ല. പക്ഷേ ആ ഭൂമിയുടെ പവിത്രത അവർ കാത്തു സൂക്ഷിക്കും. നമുക്കിന്ന് ഭൂമി ഒരു ഉപകരണ ഉപയോഗമാണ്. എന്തും ചെയ്യാം. ഏതു വനവും വെട്ടി നശിപ്പിക്കാം. ഏതു കുന്നും ഏതു മലയും ഇടിച്ചു നിരത്താം. ഇവിടെ കരിങ്കല്ല് പൊട്ടിച്ച് ഭൂമി തകർക്കുന്നുണ്ട്. നമ്മൾ കുളമാക്കുകയാണ് വനങ്ങൾ. എല്ലാമായിത്തീരുന്നു. നമുക്കറിയാം, ഈ ഭൂമിയുടെ ശ്വാസകോശമായി വർത്തിക്കുന്നതാണ് അമസോൺ വനങ്ങൾ. അമസോൺ വനങ്ങളും മലേഷ്യയിലെ വനങ്ങളും നമ്മുടെ നാട്ടിലെ ഈ വനമല്ലേ, ഈ മരങ്ങളല്ലേ നമുക്ക് ശ്വാസം നൽകുക. ഭൂമിയിൽ നിന്നുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുത്തിട്ട് അതിനെ ഓക്സിജനാക്കി മാറ്റുന്നത്
നമുക്ക് ശ്വാസം നൽകുന്നത് ഭൂമിയല്ലേ? നമുക്ക് ഭക്ഷണം തരുന്നത് ഭൂമിയല്ലേ? ഈ ഭൂമി അശുദ്ധമാക്കിയാൽ ഇവിടുന്ന് വെള്ളം കുടിക്കാൻ പറ്റാത്ത രീതി, കേരളത്തിൽ 47 പുഴകളുണ്ടെന്ന് പറയുക. 47 ഒരു പുഴയിലെ വെള്ളം പോലും കുടിക്കാൻ സാധിക്കില്ല, കുളിക്കാൻ പോലും പറ്റാണ്ടായിരിക്കുന്നു. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഏത് പുഴയിൽ നിന്നും വെള്ളം കുടിക്കാമായിരുന്നു. ആരാ ഇതുപോലെ ആക്കിയത്? വനം വെട്ടി നശിപ്പിക്കുന്നു. ഇപ്പോൾ കാലാവസ്ഥ എന്തേ മാറുന്നു? എന്തേ ഇങ്ങനെ കാലം തെറ്റി മഴ പെയ്യുന്നു? ഇപ്പോൾ കോവിഡിനെക്കുറിച്ച് പോലും പറയും. ഇങ്ങനെയുള്ള മാരകരോഗങ്ങൾ വരുന്നതിന് ഒരു പ്രധാന കാരണം ഭൂമിയുടെ ഇന്ന് വലിയ ദ്രോഹമല്ലേ? എത്രയോ കോടിക്കണക്കിന് ടൺ പ്ലാസ്റ്റിക്കാണ് ഓരോ വർഷവും കടലിലേക്ക് തള്ളുന്നത്. മത്സ്യങ്ങൾ ചത്തൊടുങ്ങുകയാണ്. അപ്പോൾ ഇങ്ങനെ പ്രകൃതിയെ നിരന്തരം നശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ പച്ചമാമ എന്ന് പറഞ്ഞ് ഭൂമിയെ വണങ്ങുന്ന ആമസോൺ നിവാസികളോട് എന്തിന് കലഹിക്കണം? ഭൂമിയെ അമ്മയായി തന്നെ കാണണം. ദൈവമല്ല, ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതാണ്. എല്ലാം ഭൂമിയിൽ നിന്ന് വരുന്ന ഭൂമിയിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്നു. അതുകൊണ്ട് ഈ ആദരവോടെ സൂക്ഷിക്കണം. അതാണ് മാർപ്പാപ്പ പറഞ്ഞത്. ഇന്ന് പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ച് ഒരുപാട് പറയാറുണ്ടല്ലോ. പ്രകൃതി സംരക്ഷണത്തിൻ്റെ ആവശ്യകത, അത് പക്ഷേ ആവശ്യകത പറയുമ്പോഴും ഈ ശീതീകരിച്ച മുറികളിൽ നിന്ന് പറയുന്ന വ്യക്തികൾ ശീതീകരണ യന്ത്രം പുറത്തേക്ക് വിടുന്ന ദൂഷിച്ച വാതകത്തെക്കുറിച്ച് പോലും ചിന്തിക്കാറില്ല. പലപ്പോഴും നമ്മുടെ വാദങ്ങളൊക്കെ അർത്ഥശൂന്യമായി മാറുന്നു. പ്രകൃതിയിലേക്ക് മടങ്ങുക, മതി എന്ന് പറയാനായിട്ട് ശീലിക്കുക, ആവശ്യത്തിന് മാത്രം എടുക്കുക. ഈ ആദിവാസികളുടെ ഇടയിൽ പ്രത്യേകിച്ചുണ്ട്, ആവശ്യമുള്ളത് മാത്രമേ എടുക്കുകയുള്ളൂ. അമ്മ ഭൂമിയുടെ ദേഹത്തെ രോമങ്ങളാണ് മരങ്ങൾ എന്നൊക്കെ കരുതും. അതുകൊണ്ട് മരം മുറിക്കുന്നെങ്കിൽ അമ്മയോട് ചോദിച്ച്, അതുപോലെ തന്നെ ദേഹത്ത് കുഴിക്കുന്നെങ്കിൽ അമ്മയോട് ചോദിച്ച് മാപ്പ് ചോദിച്ചുകൊണ്ടാണ്. അതൊരു ആദരവാണ്. എനിക്ക് ആവശ്യം മാത്രം എടുക്കുക, അല്ലാതെ തോന്നി പോകാൻ നശിപ്പിക്കാനുള്ളതല്ല ഈ ഭൂമി. അതുകൊണ്ട് പച്ചമാമ വിഗ്രഹമായി ആരാധിക്കുന്നു, മാർപ്പാപ്പ വിഗ്രഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നു പറയുന്നതിന് ഒരു അർത്ഥവുമില്ല. വിഗ്രഹമല്ല, അമ്മ ഭൂമിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയായിരുന്നല്ലോ. കുഞ്ഞുങ്ങളാണെന്നെങ്കിൽ അമ്മയാണ്. അമ്മയെ കെട്ടിപ്പിടിച്ച് ഉറങ്ങുന്നത് പോലെയല്ലേ നമ്മുടെ അവസാനം ഭൂമിയിലേക്ക് തന്നെ മടങ്ങുക. അപ്പോൾ ഈ ഭൂമിയോടുള്ള ആദരവ് നമ്മൾ കാത്തു പാലിച്ചില്ലെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കുമൊക്കെ വലിയ റോക്കറ്റുകൾ വിക്ഷേപിച്ച് അവിടെ പോയി താമസിക്കാനായിട്ട്. ഇപ്പോൾ ചന്ദ്രനിലൊക്കെ ആരാണ്ട് ഭൂമി വാടകയ്ക്കെടുക്കാൻ പോകുന്നത് കേൾക്കുന്നു. അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ വലിയ വീടുകളുണ്ടാക്കി താമസിക്കാൻ ശ്രമിക്കുന്നു. ഈ എന്തെല്ലാം വിഡ്ഢിത്തരങ്ങളാണ് മനുഷ്യൻ. ഇവിടെ ജീവിക്കേണ്ട മനുഷ്യൻ അന്തരീക്ഷത്തിൽ പോയി ജീവിക്കാൻ സാധിക്കും? എത്ര പേർക്ക് സാധിക്കും? അതുകൊണ്ട് വിഗ്രഹാരാധനയെക്കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇതുകൂടി ഓർക്കുക. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഭൂമി, അതിനെ വിഗ്രഹമായിട്ട് ആരാധിക്കുകയല്ല വേണ്ടത്, അമ്മയായി ആദരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആരാധനയും ആദരവും വ്യത്യാസമുണ്ടെന്ന് ഓർക്കുക. വിഗ്രഹവും പ്രതിമയും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് ഓർക്കുക. ദൈവം വിലക്കുന്നത് വിഗ്രഹാരാധനയാണ്, പ്രതിമാ നിർമ്മാണമല്ല. അതുകൊണ്ട് കത്തോലിക്കർ പ്രമാണം വെട്ടിക്കുറച്ച് വിഗ്രഹം ഉണ്ടാക്കുമെന്ന് പറയുന്നതിൻ്റെ അകത്ത് അർത്ഥമില്ല. അറിയാത്തത് കൊണ്ട് പറയുന്നതാണ്. അതേസമയം വിഗ്രഹാരാധന പറയുന്നവർ, പാടില്ല എന്ന് പറയുന്നവർ അറിയാതെ തന്നെ വീട്ടിൽ പൂജിക്കുന്ന ഒരുപാട് വിഗ്രഹങ്ങളുണ്ട് എന്ന കാര്യം മറക്കാതിരിക്കുക. അതിലേറ്റവും പ്രധാനമാണ് മാമോൻ. ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അപ്പോൾ യഥാർത്ഥ വിഗ്രഹത്തെ ഉള്ളിൽ വെച്ചുകൊണ്ട് മറ്റുള്ളവർ, പ്രതിമാ വണക്കക്കാരെ വിഗ്രഹാരാധന ആക്ഷേപിക്കുന്നത്, ആദ്യമേ സ്വന്തം ഹൃദയത്തിൽ നിന്ന് വിഗ്രഹത്തെ എടുത്ത് താഴെ വെക്കാനായിട്ട് ശ്രമിക്കുക. അതിന് തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഒരു ദിവസം പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, അങ്ങാണ് ഞങ്ങൾക്ക് ജീവൻ നൽകിയത്. ഞങ്ങളുടെ ജീവൻ സംരക്ഷിക്കാൻ ആവശ്യമായതെല്ലാം അവിടുന്ന് ഈ ഭൂമിയിലും തരുന്നു. വായുവും വെള്ളവും ആഹാരവും എല്ലാം. ഞങ്ങൾ അമ്മ പോലെയാണ് ഭൂമി. ഈ ഭൂമിയിൽ ഞങ്ങൾ വരുന്നു, ഈ ഭൂമിയിലേക്ക് ഞങ്ങളുടെ ശരീരം മടങ്ങുന്നു. ഇവിടെ അലിഞ്ഞു തീരുന്ന ഈ ശരീരം വീണ്ടും ക്ഷയമില്ലാത്തതായി അക്ഷയമായി ഉയർക്കും ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഭൂമി ഞങ്ങളുടെ അവസാനത്തെ വിശ്രമസ്ഥലമല്ല. ഇവിടെ നിന്ന് അങ്ങയുടെ അടുക്കിലേക്ക് ഞങ്ങളെ അവിടെ നിന്ന് വീണ്ടും ക്ഷണിക്കുന്നു, മരണത്തിനപ്പുറം. ആ ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് ഭൂമിയെ ആദരവോടെ കാണാൻ, മിതവ്യയം ശീലിക്കാൻ, ആവശ്യമില്ലാത്തത് എടുക്കാതിരിക്കാൻ, എല്ലാവരുമായി പങ്കുവെച്ച് സ്നേഹത്തിൽ ജീവിക്കാൻ കർത്താവായ യേശുക്രിസ്തു വഴി പിതാവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടറിയണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.